വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വചന ശുശ്രൂഷ അനുഗ്രഹമായി തീരുവാൻ വചനം പ്രഘോഷിക്കുന്ന ഈ എളിയദാസനെയും ശ്രവിക്കുന്ന നിങ്ങളെയും നിങ്ങളുടെ നിയോഗങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളെ അലട്ടുന്ന സകല ഭാരങ്ങളെയും ഈശോയുടെ നാമത്തിൽ സമർപ്പിച്ചുകൊണ്ട് വചനത്തിൻ്റെ അത്ഭുതകരമായ സൗഖ്യ അഭിഷേകം, ശക്തി, വിടുതൽ നമ്മളിലേക്ക് വ്യാപരിക്കുവാൻ നമുക്ക് ശാന്തമായി പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് കരങ്ങൾ യാചനാപൂർവ്വം തുറന്നു പിടിച്ച് ഈശോയുടെ ശക്തി നമ്മളിലേക്ക് നിറയുവാൻ, കൃപ നിറയുവാൻ, കൃപ ലഭിച്ചവർക്കല്ലാതെ മറ്റാർക്കും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മനസ്സിലാകത്തില്ല. ദൈവമേ, അങ്ങയുടെ കൃപ ഞങ്ങളിലേക്ക് നിറയ്ക്കണമേ. ആത്മാവും ജീവനുമായ അവിടുത്തെ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് വിശുദ്ധീകരിക്കുകയും പാപബോധവും പശ്ചാത്താപവും നൽകി മാനസാന്തര അനുഭവത്തിലേക്കും സൗഖ്യത്തിലേക്കും വിടുതലിലേക്കും നയിച്ച് സ്വർഗീയമായ ജീവിതത്തെ ലക്ഷ്യമാക്കി ഈ ലോക ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ വേണ്ട അഭിഷേകം ഞങ്ങളിലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, തലമുറകളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലേക്കും ഞങ്ങളുടെ മനസ്സിലെ ഭാരങ്ങളിലേക്ക്, ഞങ്ങളുടെ വേദനകളിലേക്ക്, നൊമ്പരങ്ങളിലേക്ക് ഈശോയുടെ പരിശുദ്ധ നാമത്തിൻ്റെ ശക്തി, വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ, ഞങ്ങളുടെ കാവൽ ദൂതരെ ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷങ്ങളിൽ മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് ധ്യാനിക്കുന്ന വിഷയം ശിഷ്യൻ ഗുരുവിനെ പോലെ ആകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശിഷ്യൻ ഗുരുവിനെ പോലെ ആകണം. ഈശോ പറഞ്ഞു, ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, ഗുരുവിനെ പോലെ ആയാൽ മതി. പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ നമ്മളൊരു സംഭവം വായിക്കുന്നുണ്ട്. സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്ന നാമാൻ്റെ ഇസ്രായേലിലേക്കുള്ള വരവും നാമാൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ ഒരു സൗഖ്യത്തിൻ്റെ അനുഭവമാണ് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. അവിടെ സിറിയക്കാർ ഇസ്രായേൽക്കാരെ ആക്രമിച്ച് കീഴടക്കിയപ്പോൾ ഒരു ഇസ്രായേൽ പെൺകുട്ടിയെ അടിമ പെൺകുട്ടിയായി സിറിയയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ അടിമ പെൺകുട്ടി നാമാൻ്റെ വീട്ടിലെ വേലക്കാരിയായിരുന്നു. അപ്പം നാമാൻ ഇങ്ങനെ കുഷ്ഠരോഗത്താൽ ബുദ്ധിമുട്ടുന്നത് അറിഞ്ഞ ഈ പെൺകുട്ടി തൻ്റെ യജമാനത്തിയോട് പറഞ്ഞു, എൻ്റെ യജമാനൻ ഇസ്രായേലിലായിരുന്നെങ്കിൽ ഇത് സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രവാചകൻ ഇസ്രായേലിലുണ്ടായിരുന്നു. എൻ്റെ യജമാനൻ സമരിയായിലെ പ്രവാചകൻ്റെ അടുത്തായിരുന്നെങ്കിൽ എൻ്റെ യജമാനൻ്റെ കുഷ്ഠം മാറുമായിരുന്നു. ഇസ്രായേൽക്കാർ ഈ പെൺകുട്ടി പറഞ്ഞ വിവരം നാമാൻ രാജാവിനെ അറിയിച്ചു. അപ്പോൾ രാജാവ് ഈ വിവരം അറിഞ്ഞു. രാജാവ് ഉടനെ നാമാനോട് പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് പോകാൻ തയ്യാറായിക്കൊള്ളുക. അങ്ങനെ സിറിയ രാജാവ് ഇസ്രായേൽ രാജാവിന് ഒരു കത്ത് കൊടുത്തു. ഇങ്ങനെ എൻ്റെ സൈന്യാധിപനായ നാമാൻ കുഷ്ഠരോഗിയായിരിക്കുന്നു, അതുകൊണ്ട് സമരിയായിലെ പ്രവാചകനിലൂടെ അത് സൗഖ്യപ്പെടണം. കത്ത് ഇപ്രകാരമായിരുന്നു. അതിലിങ്ങനെ എഴുതിയിരുന്നു, എൻ്റെ ദാസൻ നാമാനെ കുഷ്ഠരോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാനാണ് ഈ എഴുത്ത് എഴുതുന്നത്. അപ്പോൾ ഇത്രയേ എഴുതിയുള്ളൂ, എൻ്റെ ദാസനായ നാമാനെ കുഷ്ഠരോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് കത്തെഴുതിയത്. ഈ കത്ത് കിട്ടിയത് ഇസ്രായേൽ രാജാവ് അസ്വസ്ഥനായി. കാരണം ഇതാ ഈ സിറിയ രാജാവ് വീണ്ടും വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് കുഷ്ഠരോഗം മാറ്റുന്നത്?
ഇവൻ ആവശ്യമില്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് എന്നോട് മല്ലിടാൻ പഴുതു നോക്കുകയാണ്, ഞാൻ ദൈവമല്ലോ ആണോ? ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറി ദേഷ്യം പൂണ്ട് നിൽക്കുമ്പോൾ പ്രവാചകനായ ഏലീശുവ, ദൈവപുരുഷനാണ് അദ്ദേഹം രാജാവിൻ്റെ അടുക്കൽ ആളയച്ചു പറയുകയാണ്, എന്തിനാണ് നീ വസ്ത്രം കീറിയത്? ഈ നാമാനെ എൻ്റെ അടുത്തേക്ക് വിടുക, അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്ന് നാമാൻ അറിയട്ടെ. അപ്പോൾ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട് എന്ന് നാമാൻ അറിയട്ടെ എന്ന് പറഞ്ഞ് എലീശുവ പ്രവാചകൻ ഈ ചലഞ്ച് ഏറ്റെടുക്കുകയാണ്. എലീശുവ ദൈവപുരുഷനായിരുന്നു. ദൈവപുരുഷനായ എലീശുവ നാമാൻ രഥങ്ങളും പരിവാരങ്ങളുമൊക്കെയായി തൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചൊരുങ്ങി ദൂതനെ അയച്ച് വീട്ടുപടിക്കലെത്തിയപ്പോൾ തന്നെ നേരിട്ട് പോലും കാണാൻ നിൽക്കാതെ ദൂതനെ അയച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്താൽ മതി, ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക, നീ ശുദ്ധനായി ശരീരം പൂർവ്വസ്ഥിതിയെ പ്രാപിക്കും. ഇത്രയേ ഉള്ളൂ, നീ വേറെ ഒന്നും ചെയ്യണ്ട, സിമ്പിൾ കാര്യമാണ്. ജോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങി കുളിക്കുക, അപ്പോൾ നീ ശുദ്ധനായി പൂർവ്വസ്ഥിതിയിലാവും. പക്ഷെ നാമാനെ സംബന്ധിച്ചിടത്തോളം സൈന്യാധിപനാണ്. നാമാൻ കുപിതനായി. അദ്ദേഹം പറഞ്ഞു, സിറിയയിലെങ്ങും നദികളില്ലാഞ്ഞിട്ടാണോ ഈ ഇസ്രായേലിലെ നദിയിൽ വന്ന് ഞാൻ മുങ്ങേണ്ടത്? അവൻ അതിന് തയ്യാറാകാതെ കോപിഷ്ഠനായി മടങ്ങിപ്പോവുകയാണ്. ഇവൻ വിചാരിച്ചിരുന്നത് ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ കരങ്ങൾ വെച്ച് സുഖപ്പെടുത്തി എലീശ പ്രവാചകൻ അത്ഭുതം പ്രവർത്തിക്കുമെന്നാണ്. അങ്ങനെയിരിക്കെ ഇവൻ കുപിതനായി തിരിച്ചു പോവുകയാണ്. എന്നാൽ ഭൃത്യന്മാർ അടുത്ത് ചെന്ന് ഈ നാമാനോട് പറഞ്ഞു, വലിയ ഭാരപ്പെട്ട കാര്യമാണ്, ഒരുപക്ഷെ പ്രവാചകൻ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളത് ചെയ്യാൻ നിർബന്ധിതരാകുമായിരുന്നു. ഇതത്ര ഭാരപ്പെട്ട കാര്യമൊന്നും അല്ലല്ലോ. നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങിയാൽ മതി. അങ്ങനെ ഭൃത്യന്മാരുടെ നിർബന്ധത്തിൽ നാമാൻ എളിമപ്പെട്ടു. അവൻ ജോർദാനിൽ പോയി 6 പ്രാവശ്യം മുങ്ങിയപ്പോഴും ഒരു മാറ്റവും ഉണ്ടായില്ല. 7-ാം പ്രാവശ്യം മുങ്ങിപ്പൊങ്ങിയപ്പോൾ അവൻ്റെ ശരീരം പൂർവ്വസ്ഥിതിയിലായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനിയാണ് നമ്മുടെ യഥാർത്ഥ ചിന്താ വിഷയം വരുന്നത്. ഇങ്ങനെ സൗഖ്യം പ്രാപിച്ച നാമാനും കൂട്ടുകാരും കൂടെ തിരിച്ചു വന്നു സാക്ഷ്യം പറയാൻ എലീശയുടെ അടുക്കൽ. സാക്ഷ്യം പറയുക മാത്രമല്ല, എലീശയ്ക്ക് കൊടുക്കാൻ വിലപിടിപ്പുള്ള സമ്മാനങ്ങളുമായിട്ടാണ് അവർ എലീശയുടെ അടുക്കൽ വരുന്നത്. അപ്പോൾ എലീശ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന കർത്താവാണേ, ഇതൊന്നും ഞാൻ വാങ്ങിക്കില്ല. ഇങ്ങനെ സമ്മാനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയല്ല ഞാൻ ദൈവ ശുശ്രൂഷ ചെയ്യുന്നത്. പിന്നെയോ, ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിലാണ്. അതുകൊണ്ട് നിൻ്റെ വിലപിടിപ്പുള്ള സമ്മാനമൊക്കെ അവിടെ ഇരുന്നോട്ടെ. നീ സന്തോഷത്തോടെ മടങ്ങിക്കോളാൻ പറഞ്ഞു. എലീശയുടെ അനുഗ്രഹവും വാങ്ങി നാമാനും സംഘവും തിരിച്ചു പോവുകയാണ്. ഈ സംഭവത്തിനെല്ലാം ദൃക്സാക്ഷിയായി എലീശയുടെ ഭൃത്യൻ ഗഹസിയുണ്ട്. ഗഹസി ഈ സംഭവങ്ങളെല്ലാം കണ്ട് ഭയങ്കര നഷ്ടബോധത്തിലാണ്. ഇതെന്തൊരു മണ്ടത്തരമാണ് ഈ പ്രവാചകൻ കാണിക്കുന്നത്. ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ടായിട്ട് അത് പ്രയോജനപ്പെടുത്താതെ പോകുന്നതിൽ ഗഹസിക്ക് ഭയങ്കര വിഷമം. ഗഹസി നാമാനും സംഘവും പോയതിൻ്റെ പുറകെ അവരെ പിന്തുടരുകയാണ്. അവരെ പിന്തുടർന്ന് പുറകെ ഓടി അവരുടെ ഒപ്പം എത്തിയിട്ട് അവരോട് പറഞ്ഞു, യജമാനനെ കാണാനായിട്ട് എഫ്രായിം നാട്ടിൽ നിന്ന് പ്രവാചകഗണത്തിൽപ്പെട്ട 2 ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. അവർക്ക് കൊടുക്കാൻ അത്യാവശ്യം സമ്മാനങ്ങൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് എന്നെ പ്രവാചകൻ അയച്ചിരിക്കുകയാണ്, പച്ചക്കള്ളം പറയുകയാണ്. അങ്ങനെ നാമാൻ ഓൾറെഡി ആ സൗഖ്യത്തിൻ്റെ അനുഭവത്തിൽ, അഭിഷേകത്തിൽ എന്ത് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ നാമാൻ കൊടുത്ത സമ്മാനങ്ങളൊക്കെ ഗഹസി വാങ്ങിച്ച് അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഭദ്രമായി സൂക്ഷിച്ചതിന് ശേഷമാണ് പ്രവാചകൻ്റെ അടുക്കൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പോൾ എലീശ പ്രവാചകൻ്റെ അടുക്കൽ എത്തിയപ്പോൾ എലീശ ചോദിച്ചു, ഗഹസി നീ എവിടെയെങ്കിലും പോയോ? നീ ഇപ്പോൾ എവിടെ പോയതായിരുന്നു?
അവൻ പറഞ്ഞു, ഞാൻ എങ്ങും പോയില്ല, അങ്ങയുടെ ദാസൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഉടനെ പ്രവാചകൻ പറഞ്ഞു, നിന്നെ സ്വീകരിക്കുവാൻ വേണ്ടി നാമാൻ രഥത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ലേ? പണം, വസ്ത്രം, ഒലിവുതോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, ആടുമാടുകൾ, ദാസീദാസന്മാർ ഇവയൊക്കെ സ്വീകരിക്കാനുള്ള സമയമായിരുന്നു അത്. അപ്പം ഗുരുവിൻ്റെ മനസ്സ് അറിയാത്ത ഒരു ശിഷ്യൻ, ഗുരുവിൻ്റെ മനസ്സിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുന്നൊരു ശിഷ്യൻ ഒരിക്കലും നിലനിൽക്കുകയില്ല. തന്നെയല്ല, അവൻ ശാപഗ്രസ്തനായി തീരുകയും ചെയ്യും. അപ്പോൾ ഈ ഗുരുവായ പ്രവാചകനായ ദൈവപുരുഷനായ എലീശ പറഞ്ഞു, നീ ഇങ്ങനെ ഒരു കപടത കാണിച്ചതുകൊണ്ട് നാമാൻ്റെ കുഷ്ഠം നിനക്കുണ്ടാവട്ടെ. അപ്പോൾ നാമാൻ്റെ കുഷ്ഠം നിനക്കും നിൻ്റെ സന്തതികൾക്കുമായി എന്നേക്കുമായി വന്നു ചേരും. അപ്പോൾ ഗഹസിയുടെ ജീവിതത്തിൽ ഒരു വലിയ ദുരന്തത്തിന് അവൻ്റെ ശിഷ്യത്വം, അവൻ്റെ ഭൃത്യ ജോലി നിർവഹണത്തിൽ സംഭവിച്ച പാളിച്ച കാരണമാവുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഗുരുവിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ശിഷ്യരാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് എൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. ഈ ഗുരുവിൻ്റെ പിന്നാലെ ചരിക്കുവാൻ വിളിക്കപ്പെട്ട വിശ്വാസികളാണ് നമ്മൾ ഓരോരുത്തരും. ഈ വഴിയിൽ നമുക്കറിയാം, ശിഷ്യന്മാരായ യൂദാസിനും പത്രോസിനും ഉണ്ടായ വ്യതിചലനങ്ങൾ സുവിശേഷങ്ങളിൽ വ്യക്തമായിട്ട് നാം വായിക്കുന്നുണ്ട്. ശിഷ്യപ്രമുഖനായ പത്രോസിനെ നോക്കി കർത്താവ്, സാത്താനെ, നീ എന്നിൽ നിന്ന് ദൂരെ പോവുക, നിൻ്റെ ചിന്ത മാനുഷികമാണ് എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുന്ന രംഗമുണ്ട്. അതുപോലെ തന്നെ പാപിനിയായ സ്ത്രീ സുഗന്ധതൈലം യേശുവിനെ അഭിഷേകം ചെയ്തപ്പോൾ എന്തുകൊണ്ട് ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല എന്ന് ചോദിക്കുന്ന യൂദാസ്, എല്ലാം നഷ്ടമാക്കുന്ന ശൂന്യവൽക്കരണത്തിൻ്റെ വഴി തിരഞ്ഞെടുത്ത ഗുരുവിൻ്റെ മനസ്സ് അറിയാതെ അവനെ ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ എനിക്കെന്ത് തരുമെന്ന് ചോദിക്കുന്ന ചോദ്യവുമായി നിൽക്കുന്ന പണപ്പെട്ടി സൂക്ഷിപ്പുകാരൻ, പണത്തിനടിമയായി തീർന്ന ദ്രവ്യാസക്തിക്ക് അടിമപ്പെട്ടു പോയ യൂദാസ് എന്ന് പറയുന്ന ശിഷ്യൻ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് ശിഷ്യന്മാരുടെ മനോഭാവത്തിൽ പാളിച്ചകളായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. പണത്തോടുള്ള ഗുരുവിൻ്റെ മനോഭാവം, സഹനത്തോടുള്ള ഗുരുവിൻ്റെ മനോഭാവം, ഇത് രണ്ടും നമ്മൾ ധ്യാന വിഷയമാക്കേണ്ടത് തന്നെയാണ്. സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം. സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് എന്ന് പറയുകയും നിനക്കുള്ളതെല്ലാം വിറ്റു ദരിദ്രർക്ക് കൊടുക്കുമ്പോഴാണ് സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാവുക എന്ന് പഠിപ്പിക്കുകയും ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് ഉത്ബോധിപ്പിക്കുകയും ചെയ്ത ഗുരുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട, ധ്യാനിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ആശയം, വിഷയം, പണത്തോടുള്ള എൻ്റെ മനോഭാവം എപ്രകാരമാണ്. ഈ ലോകത്തിൽ പണം വാരിക്കൂട്ടാനായി ഞാൻ വെമ്പൽ കൊള്ളുന്നതിനനുസരിച്ച് ഗുരുവിൻ്റെ മനോഭാവത്തിൽ നിന്ന് ഞാൻ അകലുകയാണെന്ന് തിരിച്ചറിയുന്നുണ്ടോ? എന്നാൽ ഞാൻ സമ്പാദിക്കുന്നതിൻ്റെ ഓഹരി ഗുരുവിൻ്റെ നാമത്തെ പ്രതി, അവനോടുള്ള സ്നേഹത്തെ പ്രതി ദരിദ്രരുമായി പങ്കുവയ്ക്കുമ്പോൾ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, വഞ്ചിച്ചെടുത്തത് 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു എന്ന് പറയുമെന്ന് അവന് രക്ഷാവാഗ്ദാനം ചെയ്ത ഗുരുവിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ഞാൻ നേടിയെടുക്കുന്നതെല്ലാം നഷ്ടപ്പെടുത്തുന്നതാണ്, ഉപേക്ഷിക്കുന്നതാണ്, പങ്കുവയ്ക്കുന്നതാണ് സ്വർഗീയ ജീവിതത്തിലുള്ള എൻ്റെ സമ്പാദ്യമെന്ന് തിരിച്ചറിയാൻ, ഗുരുവിൻ്റെ മനസ്സറിയാൻ ഇന്ന് മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ഒരുപക്ഷെ മറ്റ് വിശിഷ്ടമായ കുദാശകളിലൂടെയും ഒക്കെ ശിഷ്യത്വത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് കടന്നു വരുന്ന നമുക്കൊക്കെ കഴിയുന്നുണ്ടോ എന്ന് നാം വിചിന്തനം ചെയ്യേണ്ടതാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എന്തു വന്നാലും ആസ്വദിക്കണം, മുന്തിരിച്ചാറ് പോലുള്ള ഈ ജീവിതമെന്നുള്ള ചിന്താഗതിയോടുകൂടി സുഖലോലുപത, ആസക്തികൾ, ജീവിത വ്യഗ്രത, കണ്ണിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ലോകത്തിൻ്റെ ദുരാശ, ഇങ്ങനെ പലതിലേക്കുമൊക്കെ നാം കണ്ണുടക്കി പോകുമ്പോൾ ജീവിതത്തിൻ്റെ താളം തെറ്റുന്നത് നാം കാണുകയാണ്.
കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നവൻ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഭൂമിയിൽ ഇടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുമില്ലാത്തവനായി ഈ ഭൂമിയിൽ ജീവിച്ച അന്യൻ്റെ വള്ളങ്ങളിൽ അന്തിയുറങ്ങിയ ഗുരുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. സ്വന്തമായിട്ടൊരു കല്ലറ പോലുമില്ലാതെ ഒരു വലിയ തോട്ടത്തിന് നടുവിൽ അരിമത്യക്കാരൻ ജോസഫ് ദാനമായി കൊടുത്ത കല്ലറയിൽ അന്ത്യവിശ്രമം കൊള്ളേണ്ടി വന്ന ഹതഭാഗ്യനായ ഒരു ഗുരുവിൻ്റെ ശിഷ്യത്വത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെയുള്ള അവൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ജീവിത മാതൃകയനുസരിച്ച് ദരിദ്രനായി ജനിച്ച്, ദരിദ്രനായി ജീവിച്ച്, ദരിദ്രനായി മരിച്ചു. അതുപോലെ ഞാനും മരിക്കുമെന്ന് വിശുദ്ധ 10-ാം പീയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചതുപോലെ പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഒരുപക്ഷെ കത്തോലിക്ക സഭയെ മോഡേണിസത്തിൽ നിന്നും പോസ്റ്റ് മോഡേണിസത്തിൽ നിന്നുമൊക്കെ രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ ശക്തനായൊരു പ്രവാചക ദൗത്യമേറ്റെടുത്ത വിശുദ്ധനായ 10-ാം പീയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തിന് ലോകത്തിന് കൊടുക്കാനുണ്ടായിരുന്നത് ഗുരുവിൻ്റെ അതേ മനോഭാവം തൻ്റെ ജീവിതത്തിലൂടെ പകർത്തിക്കൊടുക്കുക എന്നതായിരുന്നു. കുഞ്ഞുനാൾ മുതൽ അദ്ദേഹം ശീലിച്ച ദാരിദ്ര്യത്തിൻ്റെ, ഇല്ലായ്മയുടെ, വല്ലായ്മയുടെ ആ ജീവിതപാത ജീവിതത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് തൻ്റെ പാപ്പാസ്ഥാനത്തായിരിക്കുമ്പോൾ പോലും വിനയാന്വിതനായി പണത്തോടുള്ള ആസക്തികളില്ലാതെ, പണത്തെ ഒരു പ്രധാന ഘടകമായി സ്വീകരിക്കാതെ ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിച്ചവനാണ്. നാമൊക്കെ ചിന്തിക്കണം സഭാമക്കളെ, സഭയുടെ മക്കളെന്ന നിലയിൽ, മിശിഹായുടെ മൗതിക ശരീരത്തിലെ അംഗങ്ങളെന്ന നിലയിൽ ശിരസ്സായ ക്രിസ്തുവിനോട് ചേർന്നുള്ളൊരു മനോഭാവമാണോ പണത്തോടുള്ള മനോഭാവത്തിൽ നമുക്കുള്ളത് എന്ന് ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തെ ശിഷ്യൻ്റെ പരാജയം പത്രോസിൻ്റെ പരാജയമാണ്. ഞാൻ യഹൂദന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും, അവർ എന്നെ മർദ്ദിക്കും, ക്രൂശിക്കും, എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള തൻ്റെ രക്ഷാകര പദ്ധതി, സഹനത്തിലൂടെയുള്ള രക്ഷാകര പദ്ധതി ശിഷ്യഗണത്തെ അറിയിക്കുമ്പോൾ അവിടെ ഗുരുവിനെ മാറ്റി നിർത്തിയിട്ട് നിനക്കിതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഗുരുവിൻ്റെ മനസ്സിന് വിരുദ്ധമായി ചിന്തിക്കുന്ന ശിഷ്യനെ നോക്കി സാത്താനെ നീ ദൂരെ പോവുക, സഹനത്തിൻ്റെ വഴിയിൽ നിന്ന്, കുരിശിൻ്റെ വഴിയിൽ നിന്ന്, കുരിശിലൂടെയുള്ള രക്ഷയുടെ മഹത്വത്തിൻ്റെ വഴിയിൽ നിന്ന് ഓടിമാറുവാൻ ആരൊക്കെ ചിന്തിക്കുന്നുണ്ടോ അവനൊക്കെ ഗുരുവിൻ്റെ മനസ്സിന് എതിരെ ചിന്തിക്കുന്നവനാണ്. ഏലീശോയുടെ ഭൃത്യനായ ഗഹസിക്ക് പറ്റിയതുപോലെ യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ട നമുക്ക് ഈ ലോകത്തിൻ്റെ സുഖേച്ഛകളിലേക്കും ജീവിതത്തിൻ്റെ കുരിശിൻ്റെ അനുഭവങ്ങളിലേക്ക്, സഹനത്തിൻ്റെ വേദനകളിലെ നൊമ്പരങ്ങളിലേക്കുമൊക്കെ നോക്കുമ്പോൾ ഗുരുവിൻ്റെ അതേ കണ്ണോടുകൂടി, ഗുരു തരുന്ന കണ്ണാടിയോടുകൂടി ജീവിതത്തെ നോക്കിക്കാണാൻ കഴിയുന്നില്ല എങ്കിൽ ഒരിക്കലും ശിഷ്യത്വം അഭിമാനത്തോടെ ഏറ്റുപറയാൻ നമുക്കാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ കൊച്ചു ജീവിതം നമ്മുടെ മാതൃകയും നമ്മുടെ കർത്താവും രക്ഷകനും ഗുരുവുമായ യേശുവിൻ്റെ ജീവിതത്തോടൊന്ന് ചേർത്ത് വയ്ക്കുക. ഞാൻ എത്രത്തോളം ഈ ലോക സുഖങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ ധന ആസക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സഹനങ്ങളെ എൻ്റെ നാഥൻ്റെ കുരിശിനോട് ചേർത്തുകൊണ്ട് രക്ഷയുടെ അനുഭവം ജീവിതത്തിൽ സ്വന്തമാക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ആത്മാർത്ഥമായി നാം ആത്മശോധന ചെയ്യണം. അതുകൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്, നമ്മളിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടത്തിന് ഈ തിരുവചനം നമ്മെ പ്രേരിപ്പിക്കണം. ഗഹസിയെപ്പോലെ, യൂദാസിനെ പോലെ, പത്രോസിനെ പോലെ ഗുരുവിൻ്റെ മനസ്സറിയാത്തവരായി പോകരുത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായത്തിൻ്റെ 9-10 വചനങ്ങൾ ഇപ്രകാരമാണ്: എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ ചിന്തകളും വഴികളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. ഗുരുവിൻ്റെ ഉന്നതമായ ചിന്തകളിലേക്ക്, ഗുരുവിൻ്റെ ഉന്നതമായ മനോഭാവത്തിലേക്ക്, ഗുരുവിൻ്റെ ഉന്നതമായ ദർശനങ്ങളിലേക്ക് ശിഷ്യരായ നമുക്ക് വളരാൻ കഴിയുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശിഷ്യത്വം ഒരു നഷ്ടമായി പരിണമിക്കും. ഒരുപക്ഷെ ഗഹസിക്ക് സംഭവിച്ചതുപോലെ മറ്റുള്ളവരുടെ
ഭാരങ്ങൾ നമ്മളിലേക്ക് കടന്നു വരാൻ കാരണമാകും. ഒരുപക്ഷെ നമ്മുടെ ശിഷ്യത്വം നമുക്ക് തന്നെ ഒരു ദുരിതമായി മാറാൻ ഇടവരും. അതുകൊണ്ട് ലോകസുഖങ്ങളോട്, ജഡികാസക്തിയോട്, ധനാസക്തിയോട് വിടുതൽ പ്രാപിക്കുവാനും സഹനത്തെ കൃപയായി, കുരിശിനെ രക്ഷയായി അഭിമാനത്തോടെ സ്വീകരിക്കുവാനും വേണ്ട കൃപ പരിശുദ്ധാത്മാവിലൂടെ നമ്മളിലേക്ക് വർഷിക്കപ്പെടുവാൻ നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത മേഖലകളിലെല്ലാം ഈ വചനത്തിന് ശക്തമായ അഭിഷേകം വ്യാപരിക്കട്ടെ. ഗുരുവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുവാൻ അവിടെ നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ വചനത്തിൻ്റെ ശക്തമായ അഭിഷേകം നമ്മുടെ മേൽ നിറയുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദിവ്യ ഗുരുവായ ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, ഗുരുവിനെ പോലെ ശിഷ്യനാകണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, അങ്ങയുടെ മനസ്സറിഞ്ഞ് ജീവിക്കുവാൻ, അങ്ങയുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും അഭിഷേകം ചെയ്യണമേ. ഗഹസി എന്ന വൃത്തിന് പറ്റിയതുപോലെ ഗുരുവിൻ്റെ മനസ്സിന് വിരുദ്ധമായി ചിന്തിച്ച് ശാപം ഏറ്റുവാങ്ങാൻ ഞങ്ങൾക്കിടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, യൂദാസിനെ പോലെ പണത്തോടുള്ള ആസക്തി ഗുരുവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമാണ് എന്ന് തിരിച്ചറിയാതെ ജീവിതം തകർത്ത അവസ്ഥയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങൾ വഴുതി മാറിപ്പോകാൻ കർത്താവെ അവിടെ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പത്രോസിനെ പോലെ സഹനത്തിന് വിരുദ്ധമായി ചിന്തിക്കുവാൻ, ഈശോയെ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ രക്ഷാകര പദ്ധതിയെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ശിഷ്യനെ സാത്താനെ എന്ന് പറഞ്ഞങ്ങ് ദൂരത്തേക്ക് മാറ്റിയതുപോലെ കർത്താവെ, ഞങ്ങൾക്കൊരിക്കലും അങ്ങയുടെ മനസ്സിന് വിരുദ്ധമായ ചിന്തകൾ ഉണ്ടാകാതിരിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ മാമോദീസായിലൂടെ ഞങ്ങൾക്ക് നൽകിയ ആത്മാവിൻ്റെ ശക്തിയെ ഞങ്ങളുടെ ഉള്ളിൽ എന്നും ഉജ്ജ്വലിപ്പിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ഹല്ലേലൂയ. കർത്താവേ, സഹനത്തിൻ്റെ അഭിഷേകം, ശിഷ്യത്വത്തിൻ്റെ അഭിഷേകം, ലോകസുഖമോഹങ്ങളോടുള്ള വിരക്തിയുടെ അഭിഷേകം ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ ചിന്തകൾ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ ചിന്തകളാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ധന ആസക്തികളും, ദ്രവ്യാസക്തി, വിഗ്രഹാരാധനയുടെ അതേ ശക്തിയുള്ള ദ്രവ്യാസക്തി യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുരിശിൽ നിന്ന്, സഹനത്തിൽ നിന്ന് ഓടി ഒളിക്കാനുള്ള പ്രവണത യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കുരിശിനെ, സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള ശക്തമായ അഭിഷേകം എല്ലാവരിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.